പ്രൈസ് ദി ലോർഡ്. വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു. യെശയ്യാ പ്രവചനം 40-ാം അധ്യായം 31-ാം വാക്യം. എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും. അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. ഹല്ലേലൂയ. ഈ കാലഘട്ടത്തിലും കഴുകനെ പോലെ ബലം തരുന്നവനത്രേ നമ്മുടെ ദൈവം. കഴുകൻ്റെ ശക്തി ദൈവം തൻ്റെ മക്കൾക്ക് കൊടുക്കും. അനേകർ ക്ഷീണിച്ചു പോകുമ്പോൾ, അനേകർ തളർന്നു പോകുമ്പോൾ, ദൈവത്തെ കാത്തിരിക്കുന്ന, കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കുന്ന ഒരു കൂട്ടം ഹല്ലേലൂയ അവർ വ്യത്യസ്തരായിത്തീരും. ഇന്ന് രാവിലെയും ഈ വചനം കേൾക്കാൻ സമയം ചെലവഴിക്കുന്ന പ്രിയ ദൈവ പൈതലേ, നിങ്ങളോട് പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം തരുന്ന ഏറ്റവും വലിയ വാഗ്ദത്വവും അതുതന്നെയാണ്. അനേകർ തളർന്നുപോയ അതേ സാഹചര്യത്തിൽ, അനേകർ വീണുപോയ അതേ ജീവിത സാഹചര്യങ്ങളിൽ നിങ്ങളെ ഉയർത്താൻ, നിങ്ങളുടെ ചിറകുകൾക്ക് ബലം തരുവാൻ, നിങ്ങളെ ഉന്നതികളിൽ നിന്ന് ഉന്നതികളിലേക്ക് കൊണ്ടുപോകാൻ നമ്മുടെ കർത്താവ് വിശ്വസ്തനത്രേ. ബാല്യക്കാർ തളർന്നു വീഴും, യൗവനക്കാർ ഇടറി വീഴും. ആരോഗ്യമുണ്ടെന്ന് നാം വിചാരിക്കുന്നവർ, ബലമുണ്ടെന്ന് നാം കരുതുന്നവർ ഈ കാലഘട്ടങ്ങളിൽ തളർന്നു പോകും. അല്ലെങ്കിൽ വഴിയുടെ ദൂരം കൊണ്ട് തളർന്നു പോകും, ചുറ്റുപാടുമുള്ള സാഹചര്യങ്ങൾ കൊണ്ട് തളർന്നു പോകും. എന്നാൽ ദൈവത്തെ കാത്തിരിക്കുന്ന നിനക്കോ അസാധാരണ ദൈവിക ശക്തി ഈ ദിവസങ്ങളിൽ ദൈവം തരും. അതുകൊണ്ട് വേദപുസ്തകം പറയുന്നു, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും. കഴുകന്മാരെ പോലെ ചിറകടിച്ച്. ഇന്ന് പകൽക്കാലം എത്ര പേര് പറയും, എനിക്ക് കഴുകൻ്റെ ശക്തി തരുന്ന ഒരു കർത്താവിനെ നാം ആരാധിക്കുന്നത്. ഹല്ലേലൂയ. ജീവിതത്തിൻ്റെ പ്രതിസന്ധിയിൽ, പ്രതികൂലത്തിൽ ഹല്ലേലൂയ ഒരു അമ്മ, ഒരു അപ്പൻ, ഒരു സഹോദരൻ തൻ്റെ കുടുംബത്തിലുള്ളവനെ, ചെറിയ അംഗങ്ങളെ, ഏറ്റവും താണവരെ താങ്ങി നടത്തുന്നത് പോലെ ദൈവം നമ്മളെ കരുതും. ഒരപ്പൻ്റെ സ്നേഹത്തോടെ, ഒരമ്മയുടെ ലാളനയോടെ, ഒരു സഹോദരൻ്റെ സ്നേഹത്തോടെ അവൻ നമ്മെ കൊണ്ടുവരും, അവൻ നമ്മെ സ്നേഹിക്കും. അതുകൊണ്ട് എന്താ പറയുന്നത്? വേദപുസ്തകം പറയുന്നു, ഏത് സാഹചര്യത്തിലും ആ ഒരു സ്നേഹം, ആ ഒരു പരിപാലനം നമുക്ക് ബലം തരും, നമുക്ക് ശക്തി തരും. ഇസ്രായേൽ മക്കളെ കഴുകൻ തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ്റെ മീതെ വെച്ച് പറക്കുവാൻ പഠിപ്പിച്ചതുപോലെ നമ്മെ പഠിപ്പിച്ച ഒരു ദൈവമാണ്. ഈ കാലഘട്ടത്തിൽ പ്രിയരെ, മുമ്പോട്ട് പോകേണ്ടത് എങ്ങനെയെന്ന് നമുക്കറിയത്തില്ല. എന്നാൽ നമ്മെ പഠിപ്പിക്കുന്ന, നമ്മെ അഭ്യസിപ്പിക്കുന്ന ഒരു കർത്താവുണ്ട്. ശുഭകരമായി പ്രവർത്തിപ്പാൻ അവൻ നമ്മെ അഭ്യസിപ്പിക്കും. ഹല്ലേലൂയ. നമ്മുടെ വിരലുകളെ അഭ്യസിപ്പിക്കും, നമ്മുടെ കരങ്ങളെ ബലപ്പെടുത്തും. ഇന്ന് രാവിലെയും ആ കർത്താവാ നമ്മുടെ സഹായം, ആ കർത്താവാ നമ്മുടെ ശക്തി, നമ്മുടെ ബലം. അങ്ങനെയെങ്കിൽ പ്രിയരെ, നാം ലജ്ജിച്ചു പോകാൻ അവൻ അനുവദിക്കത്തില്ല. ദൈവത്തെ കാത്തിരിക്കുന്ന ഒരു വ്യക്തിക്ക്, കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കുന്ന ഒരു വ്യക്തിക്ക് അസാധാരണമായ ബലം കർത്താവ് തരും. ഇതാ തിരുവചനം പറയുന്നു, അനേക ബലവാന്മാർ വീണുപോയ സ്ഥാനത്ത് വീഴാതെ നിൽക്കുവാൻ ദൈവം നമുക്ക് കൃപ നൽകും. സങ്കീർത്തനക്കാരൻ പറയുന്നു, സിംഹക്കുട്ടികൾ പട്ടിണി കിടന്നിരിക്കാം. ഹല്ലേലൂയ. എന്നാൽ ദൈവത്തെ കാത്തിരിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും മുടക്കം വരുത്തത്തില്ല. ഹല്ലേലൂയ. ദൈവത്തെ കാത്തിരിക്കുന്നവർക്ക് ഒരു നന്മയും അവൻ മുടക്കത്തില്ല. അനേകർ, നമ്മളെക്കാട്ടിൽ കഴിവുള്ളവർ, വിദ്യാഭ്യാസമുള്ളവർ, ബലമുള്ളവർ, സോഷ്യൽ കോണ്ടാക്റ്റ് ഉള്ളവർ ഈ ഭൂമിയിൽ തകർന്നു പോകുമ്പോൾ പ്രിയരെ, നിങ്ങൾക്ക് അസാധാരണ ബലം തരും. ഇന്ന് രാവിലെ ഈ വചനം കേൾക്കുന്ന ബ്രദറെ, ദൈവം പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്നു, മറ്റുള്ളവർ തങ്ങളുടെ എക്സ്പീരിയൻസിൽ, തങ്ങളുടെ അല്ലെങ്കിൽ കമ്പനിയുടെ പേരിൽ, തങ്ങളുടെ വിദ്യാഭ്യാസത്തിൻ്റെ പേരിൽ, തങ്ങളുടെ കുടുംബത്തിൻ്റെ പേരിൽ, തങ്ങളുടെ ശക്തിയിൽ ആശ്രയിക്കുമ്പോൾ നീ ഒന്ന് ആശ്രയിക്കുമോ കർത്താവിൽ? നീ കർത്താവിൽ നിൻ്റെ ബലം ഒന്ന് ഏൽപ്പിക്കുമോ? നീ കർത്താവിനോട് പറയുമ്പോൾ, നീ അല്ലാതെ എനിക്കൊരു ബലമില്ല, നീ അല്ലാതെ ഒരു ശക്തി ഇല്ലെന്ന് പറഞ്ഞ് കർത്താവിലേക്ക് പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ നീ ചിറകടിച്ച് കയറുമ്പോൾ മറ്റുള്ളവരുടെ മുമ്പാകെ നിന്നെ ഒരു അത്ഭുത വിഷയമാക്കി ദൈവം മാറ്റും. ഹല്ലേലൂയ. നിനക്ക് ഒന്നിനും കുറവില്ലാത്തവണ്ണം ദൈവം നിന്നെ നടത്തും. നാം തിരുവചനം വായിക്കുമ്പോൾ നമുക്ക് കഴുകനെക്കുറിച്ച് ഇങ്ങനെ കാണുന്നു, കഴുകൻ ദൂരത്ത് നിന്ന് നോക്കി തൻ്റെ ഇരയെ കാണുന്നു, തൻ്റെ ആഹാരത്തെ കാണുന്നു. ഹല്ലേലൂയ. ഇയ്യോബിൻ്റെ പുസ്തകം 39-ാം അധ്യായത്തിൻ്റെ 29-ാം വാക്യത്തിൽ അതിങ്ങനെ പറയുന്നു. ഹല്ലേലൂയ. 28 മുതൽ വായിക്കുമ്പോൾ, അത് പാറയിൽ കുടിയേറി രാപ്പാർക്കുന്നു, പാറ മുകളിലും ദുർഗത്തിലും തന്നെ. പാറയുടെ മുകളിൽ ഇരിക്കുമ്പോൾ അവിടെ നിന്ന് അത് ഇര തിരയുന്നു, പാറയുടെ മുകളിൽ നിന്ന് ഇര തിരയുന്നു. അതിൻ്റെ കണ്ണ് ദൂരത്തേക്ക് നോക്കി കാണുന്നു. നോക്ക്, എത്ര
ദൂരത്തുള്ള ആഹാരത്തെയും അതിന് കാണാൻ സാധിക്കും. അവിടെ നിന്ന് വളരെ വേഗത്തിൽ വന്ന് തൻ്റെ ആഹാരത്തെ എടുത്തുകൊണ്ട് പോകാൻ ഒരു കഴുകന് സാധിക്കുമെങ്കിൽ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് പറയുന്നു, നീ എത്ര ഹല്ലേലൂയ, നിൻ്റെ നന്മ, നിനക്ക് വേണ്ടി ദൈവം ഒരുക്കിയ പ്രോമിസ്, നിനക്ക് വേണ്ടി ദൈവം ഒരുക്കിയ നന്മകൾ അതെത്ര ദൂരത്താണെങ്കിലും അത് കാണാൻ ദൈവം നിനക്ക് കൃപ നൽകും. നിനക്ക് അങ്ങനെ ഷാർപ്പായിട്ടുള്ള ഒരു വിഷൻ ദൈവം തരും, നല്ല കാഴ്ചപ്പാട് തരും. മാത്രവുമല്ല, അത് പോയി എടുക്കാൻ നൊടിയിടയിൽ എടുക്കുവാൻ അത് അനുഭവിപ്പാനുള്ള ദൈവിക ശക്തി ദൈവം നിനക്ക് തരും. ഒരു കഴുകൻ ദൂരത്തുനിന്ന് നോക്കി കടലിലൂടെ വെള്ളത്തിലൂടെ പോകുന്ന മത്സ്യത്തെ കണ്ട് അതിനെ നൊടിയിടയിൽ റാഞ്ചിക്കൊണ്ടു പോകുന്നത് പോലെ നിനക്കുള്ള നന്മയെ പ്രാപിപ്പാൻ ദൈവം നിനക്ക് അസാധാരണ ബലം തരും, അസാധാരണ ശക്തി തരും. നീ പട്ടിണി കിടക്കാൻ, നീ ഇല്ല എന്ന് പറഞ്ഞ് ലോകത്തിൻ്റെ മുമ്പാകെ കൈനീട്ടാൻ കർത്താവ് അനുവദിക്കത്തില്ല. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് പറയുന്നു, അത് നന്മ പ്രാപിപ്പാനുള്ള കൃപ ദൈവം നിനക്ക് തരും, ശക്തി ദൈവം നിനക്ക് തരും. നന്മ പ്രാപിക്കും, തിന്മ നിന്നെ തൊടുകയില്ലെന്ന് പാട്ടുകാരൻ പറയുന്നത് പോലെ ഹല്ലേലൂയ, നീ ആഗ്രഹിച്ച തുറമുഖത്ത് നിന്നെ എത്തിക്കാൻ, നീ ആഗ്രഹിച്ച നന്മ പ്രാപിപ്പാൻ എൻ്റെ കർത്താവ് വിശ്വസ്തന. ഒറ്റ കാര്യം, കർത്താവിന് വേണ്ടി കാത്തിരിക്കുക, കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കുക, കർത്താവിൽ തന്നെ ആശ്രയിക്കുക. പാറയുടെ മുകളിൽ, ക്രിസ്തുവാകുന്ന പാറയുടെ മുകളിൽ നിൻ്റെ കൂട് വയ്ക്കുക. നിന്നെ നിശ്ചയമായി ദൈവം അനുഗ്രഹിക്കും, നിശ്ചയമായി ദൈവം നിന്നെ നടത്തും. ഈ ദൈവം വിശ്വസ്തൻ, വാക്കുമാറാത്തവൻ. അവൻ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തയേശുവിൽ ജയോത്സവമാക്കി നടത്തും. ഗോഡ് ബ്ലെസ് യു. ആമീൻ, ആമീൻ.